ജനങ്ങളെ പോലീസ് നടപടിയിലൂടെ നേരിട്ട് കേൽ റെയിൽ പദ്ധതിക്ക് സർക്കാർ തറക്കല്ലിട്ടു. കോട്ടയം മാടപ്പള്ളിയിലാണ് സമരക്കാരെ അടിച്ചമർത്തിയ ശേഷം പദ്ധതിക്ക് കല്ലിട്ടത്. സ്ത്രീകളടക്കം നിരവധി നാട്ടുകാർക്ക് പോലീസ് ലാത്തിച്ചാർജിൽ പരിക്കേറ്റു. കേരയിൽ പദ്ധതി എതിർക്കുന്നവരെ തല്ലി ഓടിക്കാൻ മടിക്കില്ലെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയാണ് മാടപ്പള്ളിയിൽ. ഇതുവരെ ഉണ്ടായ മൃദു സമീപനം ഇനി ഉണ്ടാകില്ല. മാടപ്പള്ളിയിൽ പ്രതിഷേധിച്ച സ്ത്രീകൾ അടക്കമുള്ള നാട്ടുകാരെയും പ്രതിഷേധക്കാരെയും തല്ലി ഓടിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ തറക്കല്ലിട്ടത്. സർക്കാർ നിലപാട് കടുപ്പിച്ചതോടെ പ്രതിഷേധക്കാരും പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി. അറസ്റ്റ് ചെയ്ത മുഴുവൻ പ്രവർത്തകരെയും വിട്ടയക്കും വരെ തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷൻ സംഘർഷഭരിതമായിരുന്നു. കേരയിൽ ഉദ്യോഗസ്ഥർ എത്തുന്നതറിഞ്ഞ് രാവിലെ 9 മണി മുതൽ മാടപ്പള്ളിയിൽ നാട്ടുകാരും സമരക്കാരും തടിച്ചുകൂടിയിരുന്നു. കല്ലുമായെത്തിയ വാഹനത്തിന്റെ ചില്ല് തകർത്താണ് നാട്ടുകാർ പ്രതിഷേധം തുടങ്ങിയത്. സംഘർഷം മൂർച്ഛിച്ചപ്പോൾ പോലീസിന് നേരെ മണ്ണെണ്ണ പ്രയോഗം നടത്താനും സമരക്കാർ മടിച്ചില്ല. സമരക്കാരോ സർക്കാരോ നയം മാറ്റിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കേരളം മുഴുവൻ സമരഭൂമിയാകുമെന്ന് ഉറപ്പ്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. അറസ്റ്റ് ചെയ്തവരെ വിട്ടയച്ച ശേഷമാണ് തൃക്കൊടിത്താനം പോലീസ് സ്റ്റേഷനിൽ 2 മണിക്കൂറോളം നീണ്ട ഉപരോധം നാട്ടുകാർ അവസാനിപ്പിച്ചത്. പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങളും നടന്നു. ഞങ്ങൾക്കൊരു MLA എന്ന് പറഞ്ഞ ഒരാൾ ഇവിടുന്ന് പോയിട്ടുണ്ട്. അയാളുടെ പേരെന്നാന്ന് പോലെ എനിക്കറിയാം, ജോൺ മൈക്കിൾ. അങ്ങേര് കഴിഞ്ഞ വർഷം ഞങ്ങളുടെ സമരത്തിൽ ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ഇന്ന് അയാൾ പറയുന്ന അയാളുടെ പിണറായിയുടെ സ്വപ്ന പദ്ധതി, അയാളുടെ സ്വർഗ പദ്ധതി, അയാൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ വർഷം സ്വർഗ പദ്ധതി? ആ കള്ളനാണ് അയാൾ. ഞങ്ങളെ വഞ്ചിച്ചാണ് അയാൾ കയറിയിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ നിന്ന് സമരം ചെയ്തയാളാണ്. ഇന്ന് അയാൾ പിണറായിയുടെ സ്വപ്ന പദ്ധതിയെ സ്വർഗ പദ്ധതിയാക്കി മാറ്റി. എന്നെ വലിച്ചു കഴിച്ചുകൊണ്ട് പോയി. ഞാൻ നോക്കിയപ്പോൾ ഒരു കല്യാണം കഴിക്കാത്ത ഒരു കൊച്ചിനെ, ഞാൻ കൊണ്ടുവന്ന ഒരു കൊച്ചിനെ പോലീസുകാർ വലിച്ചഴിക്കണു. അതെനിക്ക് സമ്മതമല്ല. ഞാൻ അതിനെ പിടിക്കാൻ പോയപ്പോ എന്നെ വലിച്ചു കൊണ്ടുപോയി. അതേപ്പത്തേക്കിന് ഒരു മെയിൽ പോലീസുകാരൻ പറയുന്നുണ്ടായിരുന്നു, അവളെ വിടല്ലേ, അവളെ പിടിച്ചോ, അവളെ കയ്യെപ്പിടി, അവിടെ കാലെപ്പിടി. ഫീമെയിൽക്ക് എന്നെ എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ പ്രതിരോധിച്ച് മാറുകയാണ്. അപ്പൊ ഞാൻ എത്രമാത്രം ഫോഴ്സ്, അത്രയും അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. കാലെ പിടിച്ച് നിങ്ങളെല്ലാരും കാണും, 2 കാലും കീറിക്കൊണ്ട് വലിച്ചു കീറിക്കൊണ്ട് ഒരു സ്ത്രീയെ അപമാനിക്കുന്ന പോലീസുകാർക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്ത്രീയെ അപമാനിക്കും. ഇവർക്ക് അമ്മയില്ലേ, ഇവർക്ക് പെങ്ങന്മാരില്ലേ, മക്കളില്ലേ? ഇവരുടെ അവസ്ഥ ഭാവിയിൽ എന്തായിരിക്കും? കുഞ്ഞുങ്ങൾ നാളെ പിണറായി പറയുന്നത് എന്താ അറിയോ? നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാന്നാ പറയുന്നത്. അപ്പൊ എന്റെ കൊച്ചു അടുത്ത തലമുറയാ, അവളും കാണട്ടെ. അല്ല, വീട്ടിലുണ്ടെങ്കിൽ തന്നെ അവൾക്കും അവകാശപ്പെട്ടതാണ്. അതിന്റെ ഭാവി വല്ലതും പിണറായി പറയുന്നത്. ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നാളെ UDF-ഉം BJP-യും ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ശ്രീജിത്ത്, ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പ്രതിഷേധം തുടരുകയാണ്, പക്ഷേ അപ്പോഴും നാളെ ഹർത്താലടക്കം ആഹ്വാനം ചെയ്തിരിക്കുന്നു. വലിയ പോലീസ് സന്നാഹമൊക്കെ ഇപ്പോഴും സ്ഥലത്തുണ്ടോ? മറ്റു വിവരങ്ങൾ എന്താണ്?
രഞ്ജിത്ത്, പ്രതിഷേധം ഏതാണ്ട് പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു. ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവർ പിരിഞ്ഞു പോവുകയും ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമരക്കാരെ വിട്ടയച്ച സാഹചര്യം കൂടിയുണ്ട്. പ്രതിഷേധക്കാർ കുന്നുംപുറം ജംഗ്ഷനിൽ വലിയ പ്രതിഷേധ യോഗവും മറ്റും നടത്തിയ ശേഷമാണ്, പ്രകടനമായ യോഗം നടത്തിയ ശേഷമാണ് അവർ പിരിഞ്ഞത്. നാളെ എന്തായാലും ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. സംസ്ഥാന വ്യാപകമായി കേരളയിൽ സമരങ്ങൾക്ക് ഒരു ഊർജ്ജം നൽകാൻ ഈ സമരം ഗുണം ചെയ്തു എന്നതാണ് സമരസമിതിയുടെ ഒരു വിലയിരുത്തലുള്ളത്. സർക്കാരിനെ സംബന്ധിച്ച് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരോട് സ്വീകരിച്ച നടപടി, ചില വീട്ടമ്മമാരെ അടക്കം വലിച്ചിഴച്ച, സാധാരണ ഒരു സമരത്തിലൊക്കെ ഉള്ളതിനപ്പുറത്തേക്ക് വലിച്ചഴിച്ച ഒരു രീതിയും മറ്റും കടുത്ത പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ ഇനി ഇത്തരത്തിൽ തന്നെ ആയിരിക്കുമോ സമരങ്ങളെ തുടർന്ന് നേരിടുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷേ ഇങ്ങനെ നേരിടുമ്പോൾ ഇത്തരം കേന്ദ്രങ്ങളിൽ തറക്കല്ലിടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കാനും കഴിയുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഇത്തരം തറക്കല്ലിട്ടാൽ പോലും അവിടങ്ങളിൽ ആ കല്ലുകൾ എടുത്ത് കളയുന്ന സ്ഥിതി മറ്റുമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ജനങ്ങളെ, ഈ മേഖലയിലുള്ള ജനങ്ങളെല്ലാം പിണക്കിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. ഇന്നെന്തായാലും ഒരു വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണുള്ളത്. സമരക്കാരും പിന്തിരിയാൻ തയ്യാറായില്ല. പോലീസാണെങ്കിൽ ലാത്തി ചാർജ്, അത് കുട്ടികളുണ്ടോ എന്നൊന്നും നോക്കാതെ വലിയ ശക്തമായൊരു നടപടിയിലേക്ക് പോകുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങൾ ഒരുപാട് തിങ്ങിക്കഴിയുന്ന മേഖലകളിൽ ഇത്തരം ആക്ഷനിലേക്ക് പോലീസ് കടക്കുമ്പോൾ അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അവിടെ കുട്ടികളും സ്ത്രീകളും വൃദ്ധരും ഒക്കെ എത്തുന്ന സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ അത്തരം കേന്ദ്രങ്ങളിൽ തന്നെയാണ് ഈ തറക്കല്ലിടുകയും ചെയ്യേണ്ട സ്ഥിതിവിശേഷമുള്ളത്. അതിനെയൊക്കെ എങ്ങനെ ഇനിയും സർക്കാർ മറികടക്കുമെന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. നാളെ എന്തായാലും രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ ഹർത്താലിന് UDF-ഉം BJP-യും ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സമരസമിതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന് പിന്തുണ ഈ രണ്ട് രാഷ്ട്രീയ പാർട്ടികളും നൽകുകയാണ്. രഞ്ജിത്ത്. ശരി ശ്രീജിത്ത്. ചങ്ങനാശ്ശേരി സംഭവത്തോടെ സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിൽ പ്രതിപക്ഷം കൂടുതൽ കടുത്ത നിലപാടിലേക്കാണ്. പദ്ധതിക്കെതിരെ സംസ്ഥാന വ്യാപകമായി ഉയരുന്ന പ്രതിഷേധത്തിനൊപ്പം രാഷ്ട്രീയ തർക്കമായിരിക്കും ഇനി UDF നടത്തുന്നത്. അപ്രതീക്ഷിത നീക്കത്തോടെ നിയമസഭയിൽ പ്രതിഷേധം ഉയർത്തിയതിന് പിന്നാലെ സംസ്ഥാന വ്യാപക സമരങ്ങളും ശക്തിപ്പെടുത്തും. ചങ്ങനാശ്ശേരി മാടപ്പള്ളിയിലുണ്ടായ സംഭവത്തോടെ സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിന് പുതിയ ഊർജം കൈവരികയാണ്. കേരളയിൽ വിരുദ്ധ സമരക്കാർക്കൊപ്പം UDF-ഉം മുൻനിരയിൽ നിൽക്കും. സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം ശക്തിപ്പെട്ടതോടെ സമരത്തിന്റെ രാഷ്ട്രീയ സാധ്യത മുന്നിൽ കണ്ടാണ് UDF-ന്റെ നീക്കം. നിയമസഭയിൽ അപ്രതീക്ഷിത നീക്കം നടത്തി പോലീസ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. സ്ത്രീകളെയെല്ലാം ബലം പ്രയോഗിച്ച് റോഡിലൂടെ വലിച്ചഴിച്ചു കൊണ്ടിരിക്കുകയാണ്. സർ, ഞങ്ങളിത് അതിശക്തമായ ഞങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്. ഈ സമരത്തെ ഇങ്ങനെ ചോരയിൽ മുക്കിക്കൊല്ലാനുള്ള എല്ലാ ശ്രമത്തെയും ഞങ്ങൾ ചേർത്ത് നിൽക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. സർ, ഈ സഭയ്ക്ക് നൽകിയ, മുഖ്യമന്ത്രി നൽകിയ ഈ ഉറപ്പിന്റെ ലംഘനമാണ് സർ. അതിൽ ശക്തിയായി ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൌട്ട് ചെയ്യാണ് സർ. സിൽവർ ലൈൻ നടപ്പിലാക്കാനുള്ള നീക്കത്തിനൊപ്പം പോലീസ് നടപടിയും വലിയ വിവാദമാകുന്നു. പ്രതിപക്ഷ സമരത്തിൽ കരുതലോടെയാണ് സർക്കാർ നീക്കം. ഈ കേരളയിലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ സമാധാനപരമായിട്ടാണ് നടക്കുന്നത്. ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങളും ഉയർന്നു വരുന്നില്ല. പോലീസിനെ ആക്രമിക്കലും ഇതിന്റെ സർവേ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ തഹസിൽദാരെ അടക്കം തടഞ്ഞുവെക്കലും ആക്രമിക്കലും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ സംഭവിക്കുകയാണ്. ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പ്രതിപക്ഷം പിൻവാങ്ങണം. സംസ്ഥാന വ്യാപകമായി സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിന് മുന്നിൽ നിൽക്കാനാണ് UDF നീക്കം. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി സിൽവർ ലൈൻ വിരുദ്ധ സമരക്കാരെ UDF ഒന്നിച്ചു നിർത്തും. അതേസമയം പദ്ധതിയുടെ സർവേ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കേരളയിൽ സമരവേദിയിൽ നൊമ്പരമായി മാറുകയാണ് സൗമ്യ എന്ന 1-ാം ക്ലാസ്സുകാരി. സമരരംഗത്ത് സജീവമായി അമ്മയ്ക്കൊപ്പം പങ്കെടുത്ത സൗമ്യ പോലീസിൽ ലാത്തിച്ചാർജിൽ കരഞ്ഞുപോയി. അമ്മയെ തല്ലിച്ചതച്ച പോലീസുകാരെ തിരിച്ചടിക്കണം എന്ന അഭിപ്രായക്കാരിയാണ് സൗമ്യ. ഇതൊരു 1-ാം ക്ലാസ്സുകാരിയുടെ കരച്ചിലാണ്. സമരരംഗത്ത് മുൻനിരയിലുണ്ടായിരുന്ന സൗമ്യയുടെ അമ്മ ജിജിയെ പോലീസ് വലിച്ചിഴച്ചതോടെയാണ് ഈ കുഞ്ഞിന്റെ മനസ്സ് വിതുമ്പിയത്. എന്റെ അമ്മയുടെ ദേഹമെല്ലാം മുറിഞ്ഞു. അവർക്ക് പോലീസുകാർക്ക് തല്ലും കൊടുക്കണം. വനിതാ പോലീസ് എന്റെ അമ്മയെ പിടിച്ചോണ്ടുപോയി.
എന്നാൽ കുട്ടികളെ സമരരംഗത്ത് കൊണ്ടുവരരുത് എന്ന നിലപാടാണ് പോലീസ് പറയുന്നത്. കുഞ്ഞിന്റെ കരച്ചിലിന് കാരണം സമരക്കാരാണ്. 10 തവണ പറഞ്ഞു കുട്ടികളെ കൊണ്ടുപോയി, അതൊരു ഷോ ആണ്, അത് ശരിയല്ല. 10 തവണ വരെ നമ്മൾ പറഞ്ഞു വിട്ടു, പോവൂ കുട്ടിയെ കൊണ്ട് ഇന്നാടെ നിൽക്കല്, അപ്പൊ ഞാൻ സമരത്തിനുള്ളതെന്ന് പറഞ്ഞ. എന്നാൽ കുഞ്ഞിന്റെ അമ്മ ജിജിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. പിണറായി പറയുന്നത് എന്താ അറിയോ? നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ള പദ്ധതിയാന്നാ പറയുന്നത്. അപ്പൊ എന്റെ കൊച്ചു അടുത്ത തലമുറയാ, അവളും കാണട്ടെ. വൃദ്ധരും കുഞ്ഞുങ്ങളുമടക്കം കേരളയിൽ സമരരംഗം ശക്തമാകുകയാണ്. ഈ കരച്ചിലുകളെ സർക്കാർ എങ്ങനെ നേരിടുമെന്നാണ് ഇനി അറിയാനുള്ളത്. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ തർക്കം രൂക്ഷം. കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായി KPCC അധ്യക്ഷൻ K സുധാകരൻ നടത്തിയ കൂടിക്കാഴ്ചയിൽ തീരുമാനമായില്ല. തീരുമാനം നാളെ ഉണ്ടായേക്കുമെന്ന് സുധാകരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ തോറ്റവരെ പരിഗണിക്കരുതെന്നാവശ്യപ്പെട്ട് K മുരളീധരൻ ഹൈക്കമാൻഡിന് കത്തയച്ചു. രാജ്യസഭാ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കോൺഗ്രസിൽ തർക്കം തുടരുകയാണ്. M ലിജുവിനായി KPCC അധ്യക്ഷൻ K സുധാകരൻ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നെങ്കിലും തീരുമാനമായില്ല. മാനദണ്ഡം നിശ്ചയിച്ചിട്ടില്ലെന്നും സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്ത് പേര് നിർദ്ദേശിക്കുമെന്നും സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം K സുധാകരൻ പറഞ്ഞു. സ്ഥാനാർത്ഥിയെ നാളെ തീരുമാനിച്ചേക്കും. ഇന്നലെ തുടങ്ങിയേ ഉള്ളൂ രാജ്യസഭാ ചർച്ച. നാളത്തേക്ക് നമ്മൾ തീരുമാനം എടുക്കും. അത് ഡിലേ ആണോ? അല്ലല്ലോ, നാളെ തീരുമാനമെടുക്കും. പിന്നെ 90% ഉണ്ടാവും. പ്രഖ്യാപനം നമ്മളല്ല, പ്രഖ്യാപനം AICC തീരുമാനം. ഞങ്ങളെ പ്രപ്പോസൽസ് ഞങ്ങൾ നാളെ ഉണ്ടാക്കും. മാനദണ്ഡം ഞങ്ങൾ അവിടെ ചർച്ച നടത്തി തീരുമാനിക്കും. ഞങ്ങളുടെ സീനിയർ ലീഡേഴ്സുമായി ഡിസ്കസ് ചെയ്യണം. അതേസമയം തോറ്റവരെ രാജ്യസഭയിലേക്ക് പരിഗണിക്കരുതെന്നാവശ്യപ്പെട്ട് K മുരളീധരൻ MP സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും കത്തയച്ചു. ഭാഷാ പ്രാവീണ്യമുള്ളവർക്ക് പരിഗണന നൽകണം. ചർച്ചകളിൽ പങ്കെടുക്കാൻ ശേഷിയുള്ളവരെ പരിഗണിക്കണം. തെരഞ്ഞെടുപ്പിൽ തോറ്റവർ മണ്ഡലങ്ങളിൽ പണിയെടുക്കട്ടെയെന്നും K മുരളീധരൻ കത്തിൽ പറയുന്നു. രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം ഹൈക്കമാൻഡിന്റെ അധികാരപരിധിയിൽ വരുന്ന കാര്യമായതിനാൽ KPCC നേതൃത്വത്തിനും ഇക്കാര്യത്തിൽ പരിമിതിയുണ്ട്. എങ്കിലും KPCC നൽകുന്ന ചുരുക്കപ്പട്ടിക കൂടി കണക്കിലെടുത്താകും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. KPCC നേതൃത്വം നൽകുന്ന ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത്. അതിൽ ഞങ്ങൾക്ക് വലിയ റോളൊന്നുമില്ല എന്ന് മാത്രമല്ല, ഞങ്ങളോട് അങ്ങനെ അഭിപ്രായം ചോദിക്കാറുമില്ല. സതീശൻ പാച്ചേനി, VT ബൽറാം, ഷാനിമോൾ ഉസ്മാൻ, ശ്രീനിവാസൻ കൃഷ്ണൻ, ചെറിയാൻ ഫിലിപ്പ്, ജെബി മേത്തർ എന്നിവരുടെ പേരുകളും പരിഗണിക്കുന്നതായാണ് വിവരം. ന്യൂസ് 18 ഡൽഹി. രാജ്യസഭ വിശ്രമത്തിനുള്ള ഇടമല്ലെന്നും പോരാട്ടത്തിനുള്ള ഇടമാക്കണമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിൽ. അതിന് ശേഷിയുള്ള യുവതയെയും പുതുമയുമുള്ള നേതാക്കളെയും സ്ഥാനാർത്ഥികളാക്കണം. കഴിവും യോഗ്യതയുമുള്ളവർക്ക് മുമ്പ് അവസരം കിട്ടിയിട്ടില്ല. ഊഹാപോഹങ്ങളിൽ പ്രതികരിക്കാനല്ല, യോഗ്യതയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഷാഫി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒരിക്കൽ പോലും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ആവാൻ അവസരം ലഭിക്കാത്ത, ഞാൻ ആവർത്തിക്കുന്നു, കഴിവും യോഗ്യതയുമുള്ള ആളുകൾ, അവർക്ക് വേണ്ടി അവരെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് നേരത്തെ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുള്ള ആളുകൾ എടുക്കേണ്ടതെന്ന് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ അഭിപ്രായം. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ തൊഴിൽപരമായ പീഡനങ്ങൾ പരിഹരിക്കുന്നതിന് ആഭ്യന്തര പരാതി പരിഹാര സംവിധാനം രൂപീകരിക്കണമെന്ന് ഹൈക്കോടതി. മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മ WCC നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർണായക ഉത്തരവ്. വിധിയെ WCC സ്വാഗതം ചെയ്തു. തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ അതീവ പ്രാധാന്യമുള്ള വിഷയമാണെന്ന വിലയിരുത്തലോടെയാണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. ഏതു തൊഴിൽ മേഖലയിലാണെങ്കിലും സ്ത്രീകൾക്കെതിരെ ചൂഷണം നടന്നാൽ അത് തടയാനും പരിഹരിക്കാനും ആഭ്യന്തര പരാതി പരിഹാര സെൽ രാജ്യത്ത് നിലവിലുണ്ട്. ഒട്ടേറെ സ്ത്രീകൾ ജോലി ചെയ്യുന്ന സിനിമാ മേഖലയിലും ഈ നിയമം ബാധകമാണെന്ന് കോടതി വ്യക്തമാക്കി. സിനിമാ മേഖലയ്ക്കൊപ്പം 10 പേരിൽ കൂടുതൽ ജോലി നോക്കുന്ന മേഖലകളിലും പരാതി പരിഹാര സെൽ ആരംഭിക്കണമെന്ന് വിധിയിൽ വ്യക്തമാക്കുന്നു. എന്നാൽ തൊഴിലാളി തൊഴിലുടമ ബന്ധമില്ലാത്ത സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളിലും സമാന സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം കോടതി തള്ളി. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിനു ശേഷം 2018 WCC ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. ജനുവരിയിൽ സംസ്ഥാന വനിതാ കമ്മീഷനും ഹർജിയിൽ കക്ഷി ചേർന്നിരുന്നു. ന്യൂസ് 18 കൊച്ചി. സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ തുടർ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിന് യോഗം വിളിക്കും. WCC പ്രതിനിധികളെയും യോഗത്തിൽ പങ്കെടുപ്പിക്കും. ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് റിപ്പോർട്ട് പുറത്തുവിടാത്തത്. അടുത്ത സഭാ സമ്മേളനത്തിൽ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച പ്രശ്നത്തിന്റെ ഗൗരവം അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ ആ ഗൗരവം ഞങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നടപടികളുമായി പോകുന്നത്. സാർ, ഇതിനകത്തൊരു പ്രശ്നം, ഇതിനൊരു നിയമനിർമ്മാണം അനിവാര്യമാണ്.
ഈ നിയമം നിർമ്മിക്കണമെങ്കിൽ ആ നിയമത്തിന് ആധാരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് സഭയുടെ മുമ്പിലേക്ക് ആ വിഷയം വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് എടുത്തടിച്ച് ഒരു നിയമം നിർമ്മിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഒരു നിയമം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വരാൻ പോകുന്ന സഭാ സമ്മേളനങ്ങളിൽ അത്തരം ഒരു നിയമം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തീകരിക്കുമെന്ന് സഭയ്ക്ക് ഞാൻ ഉറപ്പുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി സ്വീകരിക്കാതെ മൂടിവെക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് കെ രമ കുറ്റപ്പെടുത്തി. റിപ്പോർട്ട് പുറത്തുവിടണമെന്നും കെ രമ ആവശ്യപ്പെട്ടു. അടിയന്തരമായി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ തയ്യാറായില്ലെങ്കിൽ അത് സ്ത്രീകളുടെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും വില കൽപ്പിക്കാത്ത നിലപാടായി വ്യാഖ്യാനിക്കപ്പെടും എന്നത് തീർച്ചയാണ്. സ്ത്രീപക്ഷ കേരളം എന്ന് നാഴിക തോറും ഊറ്റം കൊള്ളുന്നവർ തന്നെ പെൺവേട്ടക്കാർക്കായി ഒരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിന് ചരമക്കുറിപ്പ് എഴുതാൻ ശ്രമിക്കുന്നത് കേരളവും കേരളത്തിലെ സ്ത്രീ സമൂഹവും പൊറുക്കുകയില്ല. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നടൻ ദിലീപിന് തിരിച്ചടി. ഗൂഢാലോചന കേസ് അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ദിലീപിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. കേസിൽ വിശദമായ വാദം കേൾക്കാമെന്ന് കോടതി പറഞ്ഞു. വധഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. 2 ആഴ്ച കഴിഞ്ഞ കേസിൽ വിശദമായ വാദം കേൾക്കുമെന്ന് കോടതി വ്യക്തമാക്കി. എന്നാൽ അതുവരെ കേസ് സ്റ്റേ ചെയ്യണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി നിരസിച്ചു. കേസിൽ ഇടപെടാനാവില്ല. ക്രൈംബ്രാഞ്ചിന് കേസന്വേഷണം തുടരാമെന്നും കോടതി വ്യക്തമാക്കി. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സിദ്ധാർത്ഥ അഗർവാളാണ് ദിലീപിന് വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരായത്. മുംബൈയിലെ ലാബിലും അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ ഓഫീസിലുമായി ദിലീപ് കേസുമായി ബന്ധപ്പെട്ട ഫോൺ രേഖകൾ നശിപ്പിച്ചെന്നാണ് പ്രോസിക്യൂഷൻ ആരോപണം. എന്നാൽ വ്യക്തിപരമായ സന്ദേശങ്ങളാണ് നശിപ്പിച്ചതെന്നാണ് ദിലീപിന്റെ വാദം. വധഗൂഢാലോചന കേസ് രജിസ്റ്റർ ചെയ്യും മുമ്പാണ് ഫോണുകൾ ലാബിൽ പരിശോധിക്കാൻ നൽകിയതെന്നും ദിലീപ് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. ദിലീപിന്റെ ഫോൺ രേഖകൾ നശിപ്പിച്ചെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയ സൈബർ വിദഗ്ധൻ സായി ശങ്കറിന്റെ മൊബൈൽ ഫോണുകളും ഐപാഡും പിടിച്ചെടുത്തു. കോഴിക്കോട്ടെ വീട്ടിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് 2 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തത്. തെളിവുകൾ സംബന്ധിച്ച് ഇപ്പോൾ പറയാനാകില്ലെന്നും സായി ശങ്കറിനോട് നാളെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. അടുത്ത ദിവസത്തേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് ഓഫീസിലേക്ക്. അടുത്ത ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നാളെ അല്ല, 2 ദിവസം കഴിഞ്ഞു. ഇല്ല ഇല്ല, ഒന്നുമില്ല, തൽക്കാലം ഒന്നും കിട്ടിയിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല. നമ്മളിവിടെ ഒന്ന് ജസ്റ്റ് പരിശോധിച്ചു, നമ്മൾ മടങ്ങി പോകുന്നു. വഖഫ് ബോർഡ് അഴിമതിയിൽ അന്വേഷണം. വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകി സർക്കാർ ഉത്തരവിട്ടു. സിഇഒ ജമാൽ, ലീഗ് നേതാവ് MC മൈൻ ഹാജി ഉൾപ്പെടെ 4 പേർക്കെതിരെയാണ് വിജിലൻസിന്റെ അന്വേഷണം. മുഹമ്മദ് ഷഹീദ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. മുഹമ്മദ് ഷഹീദ്, വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയിലേക്ക് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട് കടന്നിരിക്കുകയാണ് സർക്കാർ. എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, സംസ്ഥാന വഖഫ് ബോർഡിൽ 2 ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കൾ നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്യുകയും ക്രമക്കേട് നടത്തുകയും ചെയ്തുവെന്ന പരാതിയിലാണ് ഇപ്പോൾ സുപ്രധാനമായ തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. വഖഫ് ബോർഡിന്റെ സിഇഒയും മുൻ ചെയർമാനും അടക്കം 4 പേർക്കെതിരെ FIR അന്വേഷണം നടത്തി FIR സമർപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. 2016 മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. പക്ഷെ ആ ഉത്തരവിന് അന്വേഷണത്തിന് സർക്കാർ അനുമതി ഇതുവരെ ലഭിച്ചിരുന്നില്ല. ഈ ഉത്തരവിൽ ആണ് ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വഖഫ് ബോർഡിന്റെ സിഇഒ BM ജമാൽ, മുൻ ചെയർമാൻ സെയ്ദാലിക്കുട്ടി, നിലവിൽ അംഗമായ സൈനുദ്ദീൻ, മുൻ ബോർഡ് അംഗവും മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവുമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ MC മൈൻ ഹാജി എന്നിവർക്കെതിരെയാണ് FIR സമർപ്പിക്കാനുള്ള ഇപ്പോൾ സർക്കാരിന്റെ അനുമതി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ടും അതിൽ നിയമവിരുദ്ധമായ നിയമനങ്ങൾ നൽകിയതുമായി ബന്ധപ്പെട്ടുമാണ് വലിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തിയതായുള്ള പരാതി ഉണ്ടായിരുന്നത്. പരാതിക്കാരനായ അബ്ദുസലാം എറണാകുളം സ്വദേശിയാണ്. ഇദ്ദേഹമാണ് നേരിട്ട് കോടതിയെ സമീപിച്ചത്. ഈ കേസിലാണ് ഇപ്പോൾ സുപ്രധാനമായ തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതായത് സർക്കാർ അനുമതി ലഭിച്ചാൽ ഇനി കേസിൽ ഇവർ പ്രതികളാക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. FIR ഇവരുടെ പേരിൽ ഇടേണ്ടതുണ്ട്. കേസിൽ ഇവർ പ്രതികളാക്കപ്പെടുന്ന ഒരു സാഹചര്യം. വളരെ സുപ്രധാനമായ ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ സർക്കാർ, അല്ലെങ്കിൽ അത്തരം ഒരു അനുമതിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതികൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കേരളം ചർച്ച ചെയ്തതാണ്. നമ്മൾ ന്യൂസ് 18 ഉൾപ്പെടെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. പല അഴിമതി, ഭൂമി കൈമാറ്റ ഇടപാടുകളിലെയും അഴിമതി നടന്നതായുള്ള തെളിവുകൾ പുറത്തു വന്നതാണ്. ഈ കേസിൽ സർക്കാർ പലതവണ സർക്കാരിൽ പരാതിയും ആക്ഷേപവും ഒക്കെ പോയിരുന്നെങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒരു തുടർ നടപടി ഉണ്ടായിരുന്നില്ല. ഈ വിഷയത്തിലാണ് ഇപ്പോൾ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണത്തിന് ഇപ്പോൾ സർക്കാർ തീരുമാനമുണ്ടായിരിക്കും. മുഹമ്മദ് ഷഹീദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.
കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ശ്രീലങ്കയ്ക്ക് ഇന്ത്യയുടെ അടിയന്തര സഹായം $100 കോടി അടിയന്തര സഹായമാണ് നൽകുന്നത്. ഭക്ഷണത്തിനും അവശ്യ സാധനങ്ങൾക്കുമായാണ് സഹായം. ഇത് സംബന്ധിച്ച കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. അയൽപക്കത്തിനാണ് ആദ്യ പരിഗണനയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഡൽഹിയിലെത്തിയ ശ്രീലങ്കൻ ധനമന്ത്രി ബേസിൽ രാജപക്സെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ധനമന്ത്രി നിർമ്മല സീതാരാമൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.